എവ്രിവൺ, ഞാനിപ്പോൾ ഉള്ളത് നിങ്ങളുടെ വീടിൻ്റെ അടുത്തായിട്ട്, അതായത് കൊയിലാണ്ടി ടു വടകര റൂട്ടിൽ ഒരു 6 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ എത്തുന്ന ഒരു ക്ഷേത്രത്തിലാണ്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ പേര് ഉരുപുണ്യകാവ് ക്ഷേത്രം എന്നാണ്. മറ്റ് ക്ഷേത്രത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറൊരു അന്തരീക്ഷം തന്നെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരു ക്ഷേത്രമാണിത്. അപ്പോൾ ബലിതർപ്പണത്തിനൊക്കെ പേര് കേട്ട ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണ് ഈ ഒരു ക്ഷേത്രം. അപ്പോൾ ഈ ക്ഷേത്രത്തിലെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കൊയിലാണ്ടിയിൽ നിന്ന് വടകരയിലേക്ക് പോകുന്ന റൂട്ടിൽ ഒരു 6 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന കവാടം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ കവാടത്തിൽ നിന്ന് ഒരു 750 മീറ്റർ ഉള്ളിലേക്ക് പോയിട്ടാകുമ്പോൾ ഒരു കുന്നിൻ പ്രദേശമാണ്, അവിടത്തേക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ അതിനോട് ചേർന്നിട്ട്, കടലിനോട് ചേർന്നിട്ടാണ് ഈ ക്ഷേത്രം വരുന്നത്. ഈ കാണുന്നതാണ് ക്ഷേത്രത്തിലെ പ്രധാന കുളം. അപ്പോൾ ബലിതർപ്പണമാണ് ഇവിടുത്തെ പ്രധാന കർമ്മം എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടി വരുന്നത്, ബലിതർപ്പണത്തിന് വരുന്നവർ ബലിതർപ്പണം ചെയ്യുന്നതിന് മുന്നും ശേഷവും കുളിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കുളമാണ് എൻ്റെ ഈ പുറകിലായിട്ട് നിങ്ങൾ കാണുന്നത്. ഈ കാണുന്ന കടലിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു സ്ഥലത്താണ് ബലിതർപ്പണത്തിൻ്റെ കർമ്മങ്ങൾ ഒരുക്കുന്നത്. അപ്പോൾ അതിന് പ്രത്യേകമായിട്ട് കർമ്മികളും ഈ ഒരു ക്ഷേത്രത്തിൽ തന്നെ ഉണ്ട്. എല്ലാ ദിവസവും രാവിലെ, അതായത് നമ്മൾ തിരുനെല്ലി ക്ഷേത്രത്തിൽ പോയിട്ട് പിതൃതർപ്പണം ചെയ്യുന്ന അതേ ഒരു റിസൾട്ടാണ് ഈ ഒരു ക്ഷേത്രത്തിലും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ബലിതർപ്പണത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും അതിന് സഹായത്തിന് വേണ്ടിയിട്ടുള്ള കർമ്മികളും ഒക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. എല്ലാ ദിവസവും കർമ്മങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ പോലും ഏറ്റവും പ്രധാനം കർക്കിടക മാസത്തിലെ വാവ് ദിവസങ്ങളിലാണ് ഒരു പ്രധാനമായിട്ട് ഇവിടെ ബലിതർപ്പണം നടക്കുന്നത്. പരശുരാമനാൽ പ്രതിഷ്ഠിതമായ കേരളത്തിലെ 108 ക്ഷേത്രങ്ങളിൽ, അതായത് ജലദുർഗാദേവി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ഒരു ഉരുപുണ്യകാവ് ക്ഷേത്രം. അപ്പോൾ കടലിന് അഭിമുഖമായിട്ടാണ് ഈ ഒരു ക്ഷേത്രം വരുന്നത്. പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ജലദുർഗയാണ്. അതുകൂടാതെ ശാസ്താവ്, ഗണപതി ഇവയൊക്കെയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം വരുന്നത് മാർച്ച് 8-ാം തീയതി പ്രതിഷ്ഠാ ദിനമായിട്ടാണ് ആഘോഷിക്കുന്നത്. അതുകൂടാതെ വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിലുമാണ് ഇവിടെ ഉത്സവം കൊണ്ടാടുന്നത് എല്ലാ വർഷവും. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണമാണ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ നടുവിലായിട്ടുള്ള ഒരു വലിയ ചെമ്പകമരം. അപ്പോൾ ഒരുപാട് പൂക്കളിപ്പോൾ ഉണ്ടായിട്ടുണ്ട് ചെമ്പകമരത്തിൽ. പല അമ്പലങ്ങളിൽ നമ്മൾ പോയാൽ മുന്നിൽ തന്നെ വലിയൊരു ആൽത്തറയും ആൽമരമൊക്കെയാണ് കാണുന്നത്. പക്ഷേ ഈ ഒരു അമ്പലത്തിൻ്റെ പ്രധാന ആകർഷണമാണ് ഇത്രയും വളർന്നു നിൽക്കുന്ന നല്ല പ്രായമുള്ള ഒരു വലിയ ചെമ്പകമരവും അതിൻ്റെ ഒരു തറയും ഒക്കെ. ഇതാണ് ഗോപാലകൃഷ്ണൻ നമ്പീശൻ ചേട്ടൻ. അപ്പോൾ ഇവരാണ് ഇത്രയും കാലമായിട്ട് ക്ഷേത്രങ്ങളിൽ ബലിതർപ്പണത്തിന് വരുന്ന ആൾക്കാരെ, അതായത് കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ പാരമ്പര്യ ട്രസ്റ്റ് കൂടിയാണ്. അപ്പോൾ ചേട്ടനോട് ചോദിച്ചിട്ട് നമുക്ക് ക്ഷേത്രത്തിലെ കൂടുതൽ കാര്യങ്ങൾ, ബലിതർപ്പണത്തിനെ പറ്റിയിട്ടുമൊക്കെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒരു ദിവസം എത്ര ആൾക്കാർ വരുന്നുണ്ടാവും? ഒരു ദിവസവും ഏകദേശം ഒരു 300-ന്റെ അടുത്ത് വരും. ഒരു ദിവസം, എല്ലാ ദിവസവും 300, ചിലപ്പോൾ 500-600. ഒരിക്കലും ആലുവായി വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു 3-4 കൊല്ലം മുമ്പ്. അപ്പോഴിവിടെ 16,000 ചില്ലാണ് ആൾ വന്നിരുന്നു. ഞങ്ങൾ അന്തം വിട്ടുപോയി. ഇവർക്ക് മെയിൻറ്റെയിൻ ഇത് ഈ ചുരുങ്ങിയ സ്ഥലത്തോണ്ട് ചെയ്യണ്ടേ, അന്നെല്ലാം മെയ്ക്കൽ ഞാൻ പറഞ്ഞു കൊടുക്കുക ഭാവിന്. അപ്പോൾ പറഞ്ഞു കൊടുക്കുകയെന്ന് പറഞ്ഞാൽ പിന്നെ ആ കടപ്പറിൻ്റെ അപ്പുറത്ത് ഒരു ചുമരുണ്ട്, അവിടെ അതിൻ്റെ മുകളിൽ ഒരു ബേസൊക്കെ വെച്ച് അവിടെ ഇരുന്ന് മൈക്കിൽ പറഞ്ഞു കൊടുക്കും. അത് വാവിൻ്റെ ദിവസമാണ് ഇത്രയും ആൾക്കാർ. സാധാരണ ദിവസങ്ങളിൽ സാധാരണ ദിവസങ്ങളിലാണ് ഈ പിന്നെ 100-300 എന്ന് പറഞ്ഞത്. മറ്റത് 16,000 എന്ന് പറഞ്ഞത് ഒരിക്കൽ ആ ആലുവ പ്രശ്നം ഉണ്ടായപ്പോൾ കൊല്ലം 16,000 ഉണ്ട്. പിന്നെ അല്ലാത്ത ഇപ്പോഴത്തെ സീസണിൽ 3,500-4,000 ആൾ കർക്കിടകത്തിൽ. അപ്പോഴാണ് കൂടുതൽ ആളുണ്ടാവുക. അതൊരു പ്രധാന പ്രാർത്ഥന എല്ലാവർക്കും. പിന്നെ തുലാത്തിലുണ്ട്, തുലാമത്തെ ഭാവന്, അതിനൊരു ജസ്റ്റ് 2,000-ന്റെ അടുക്കൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഇന്നുണ്ടായിരുന്നു, ഇന്നെന്ന് പറഞ്ഞാൽ ഇന്നലെ ഇന്നും കുംഭമാസത്തിൽ ശിവരാത്രി ഭാവ്. അപ്പോൾ ഇന്നലെ ഒരു ശരിക്ക് വേണ്ടത് ഇന്നലെയാണ്. അതുകൊണ്ട് രാക്കൂട് ഇന്നലെയാണ്, ഇന്ന് രാക്കൂടില്ല. ഈ ബലികർമ്മത്തിന് രാക്കൂടുന്ന ടൈമാണ് ഉപയോഗിക്കുക. പക്ഷേ ഈ പത്രത്തിൽ ഈ കലണ്ടറിൽ കറുപ്പ് ഇന്ന
അപ്പോൾ അതുകൊണ്ട് ഇന്ന് കുറേ ഉണ്ട്. ഇന്നലെ ഈ അറിയുന്ന ആൾക്കാർ കുറേ ആൾക്കാർ ഇന്നലെ മതി. അതാണ് ഈ 2 ദിവസം ഉണ്ടായത്. തിരുനെല്ലിയിൽ പോയിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ അതേ ഫലമല്ലേ ഇവിടെ തിരുനെല്ലി പോയി ചെയ്യുന്ന പ്രതിമ കൊണ്ട് ചേർത്തുക, ബലി 16, 41 ആണ്ടുബലി, പിന്നെ പരിഹാര ബലി, ഇതെല്ലാം ഇവിടെ കൊണ്ട് ചെയ്യും. അവിടെ കിട്ടുന്ന അതേ ഫലം തന്നെ ഇവിടെയും കിട്ടുന്നത് അല്ലേ? അതെ, അത് ആ ലെവലിൽ ധാരാളം ആൾക്കാർ വരും. തിരുനെല്ലി പോയി കഴിഞ്ഞാൽ നിങ്ങൾ ബലിയിടേണ്ട തുടങ്ങി കഴിഞ്ഞാൽ അവർ പറയും ദക്ഷിണ അവിടെ വയ്ക്കുമെന്ന് പറയും. പക്ഷെ ഇവിടെ ഞങ്ങൾ ദക്ഷിണയ്ക്ക് പറയില്ല. ഇവിടെ ദക്ഷിണ അവർ തരുന്നത് വാങ്ങും, പക്ഷെ തരുന്നത് പോരാന്നോ അല്ലെങ്കിൽ ദക്ഷിണ പറയാറില്ല. പിന്നെ ഞങ്ങൾക്ക് ശമ്പളമൊന്നുമില്ല കേട്ടോ. ചിലർ ചെയ്യുമ്പോൾ ഒരുപാട് ശമ്പളം കിട്ടും, അങ്ങനെ ഒരു ഇതടിക്കും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ശമ്പളമില്ല. ഈ നിങ്ങൾ തരുന്ന അത് നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ എല്ലാ വർഷവും എങ്ങനെ ഉത്സവം എങ്ങനെയാണ്? ഉത്സവം എങ്ങനെയാന്ന് പറഞ്ഞാൽ രാവിലെ ഗണപതി ഹോമം, തിലഹോമം, അത് കഴിഞ്ഞിട്ട് ബിംബം ഒക്കെ വൃത്തിയാക്കി ഒന്ന് കലശം, പിന്നെ പാത്രങ്ങൾ പൂജിച്ചിട്ട് ഉള്ള കലശം, ഒരു ഉച്ച 12 മണിക്ക് അത് കഴിയും. പിന്നെ രാത്രി ദീപാരാധന എല്ലാ ദിവസവും ഉണ്ടാവും. പക്ഷേ അന്ന് തായമ്പക ഉണ്ടാവും. പിന്നെ ദീപാരാധന കഴിച്ചിട്ട് പിന്നെ ദീപാരാധന കഴിഞ്ഞതിന് ശേഷമാണ് തായമ്പക ഉണ്ടാക്കുക. തായമ്പക കഴിഞ്ഞാൽ പിന്നെ പൂജ, പടക്കം പൊട്ടിക്കുന്നുണ്ട്, വെടിക്കെട്ടുണ്ട്. ആദ്യം വെടിക്കെട്ടില്ലായിരുന്നു. വെടിക്കെട്ട് ഇപ്പോൾ ജസ്റ്റ് ഒരു 4 കൊല്ലമായിട്ടേ ഉള്ളൂ. ഇപ്പോഴും എല്ലാ ദിവസവും ചേട്ടൻ പോകുന്നുണ്ടോ? ഞാൻ എനിക്ക് സുഖമില്ലെങ്കിൽ കൂടി ഞാൻ പിന്നെ എനിക്ക് 84ആയി. 9541 ഡേറ്റ് ഓഫ് ബർത്ത്. പക്ഷേ എനിക്ക് 2 ഓപ്പറേഷൻ കഴിച്ചിട്ടുണ്ട് വയറിന്. പിന്നെ സ്കാനിങ് കഴിച്ചിട്ടുണ്ട്. ആ സ്കാനിങ്ങിന് ചെയ്ത ഈ കറുപ്പ് കാണാൻ നോക്കാം. അതുപോലെ രാവിലെ 4 മണിക്ക്, പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ 4 മണിക്ക് എണീക്കും, ഇപ്പോഴും 4 മണിക്ക് എണീക്കും. 4 മണിക്ക് എണീറ്റ് കുഴമ്പൊക്കെ പെരട്ടി ചൂടുവെള്ളത്തിൽ കുളിച്ചൊരു 5 മണി ആകുമ്പോഴേക്കും അവിടെ എത്തും. എല്ലാ ദിവസവും 5 മണിക്ക്. ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടും പോകുന്നുണ്ട്. അതെ, അതൊന്ന് വേറെ കാര്യം എന്താണെന്നറിയോ, നമ്മൾ ഡെയിലി കാണുന്ന ആൾക്കാർ എന്നും കാണുമ്പോൾ അതിൻ്റെ ഒരു മരുന്ന്, അത് മരുന്ന് എന്ന് പറഞ്ഞാൽ അത് മരുന്ന് കിട്ടാത്തൊരു മരുന്നാണ്. നമ്മൾ സ്കൂളിൽ പോവുകയാണ്, ടീച്ചറാണെങ്കിലും രാവിലെ പോയിട്ട് എല്ലാ മാഷന്മാരോട് വർത്താനം, കുട്ടികളൊന്ന് തൊട്ട് കല്ലോടി വർത്താനം പറഞ്ഞ് ആ ചിരി കിട്ടുക. ആ ചിരി എന്ന് പറഞ്ഞത് ശരിക്കും ഒരു ഇഞ്ചക്ഷനാണ് നമ്മുടെ ദേഹത്തിൽ. പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത. അപ്പോൾ അതുകൊണ്ട് തന്നിട്ട് ഈ രാവിലെ ഈ പോയിട്ട് എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിൻ്റെ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ കിടന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ രാവിലത്തെ പോക്കും ഇതൊക്കെ പിന്നെ ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ പോയിക്കോളൂ, ഒരു കുഴപ്പമില്ല, സാവധാനം പോയാൽ മതി. ഇപ്പോഴത്തെ പോലെ അത്ര കൂടുതൽ ആളെ പറഞ്ഞു കൊടുക്കില്ല. മുമ്പ് 40 ആൾ 50 ആളൊക്കെ ചില ഫാമിലിക്ക് വലിയ ബസ് പിടിച്ചിട്ട് വരിക. അപ്പം ഞാൻ എന്താ വെച്ചാൽ റൗണ്ടായിട്ട് നിർത്തും, എന്നിട്ട് നടുക്കുന്ന് പറഞ്ഞു കൊടുക്കും. പക്ഷെ ഇന്നിപ്പോൾ അത് പറ്റില്ല. ഇന്നിപ്പം ഞാൻ ആ പേരിനെ ഒരു 10 ആളിലധികം ഞാൻ പറഞ്ഞു കൊടുക്കില്ല. അല്ല, മറ്റേത് ഇവർ ഉറക്കെ പറയുന്ന ആൾക്കാർ വരണ്ടല്ലോ, ചെറുപ്പക്കാർ, അവരായിക്കോളൂ. ഈ കാണുന്നത് ക്ഷേത്രത്തിലെ തീർത്ഥ കിണറുകളാണ്. ഈ ക്ഷേത്രത്തിൽ 5 തീർത്ഥ കിണറുകളുണ്ട്. അപ്പോൾ ഈ കിണറിൽ നിന്നാണ് നിവേദ്യത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളം എടുക്കുന്നത്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു ക്ഷേത്രമായിട്ട് അത്രയും അടുത്ത് നിൽക്കുന്നതാണ് കടൽ. എങ്കിൽ പോലും ഈ കിണറിലെ വെള്ളത്തിനൊന്നും ഉപ്പ് രസമില്ല എന്നുള്ളതും ഒരു പ്രധാന കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന ആളുകൾക്ക് വാഹനം പാർക്ക് ചെയ്യാനുള്ള ഏരിയ ആണ് ഈ കാണുന്നത്. അത്യാവശ്യം ഒരുപാട് വണ്ടികൾക്ക് അറ്റ് എ ടൈം പാർക്ക് ചെയ്യുന്നതിനുള്ള ഒരു ഏരിയ തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ഷേത്രത്തിനെ പറ്റി ഞങ്ങളെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് കുറച്ച് സമയമായി. ഇപ്പോൾ സൂര്യനൊക്കെ അസ്തമിക്കാറായിട്ടുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ വന്നാൽ നമുക്ക് ഇതുപോലെ അമ്പലത്തിലൊക്കെ കയറി പ്രാർത്ഥിച്ച് ഇതുപോലെ കടലിൻ്റെ അടുക്കൊക്കെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് സൂര്യനൊക്കെ കണ്ടിട്ട് പോവാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നവരെ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.